സത്യം പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറയണമായിരുന്നു. ആരോട്? CPIM-നോട്. ആര്? മുസ്ലിം ലീഗ്. അവർ ഒരു മാളത്തിൽ എലിയെ പിടിക്കുന്ന പോലെ ഒരു ട്രാപ്പ് ഉണ്ടാക്കി വെച്ചേച്ച് വാ നമുക്കെല്ലാവരും കൂടെ കൂടാം, അത് കോൺഗ്രസ്സിന് നമ്മൾ കൂട്ടത്തില്ല, പക്ഷെ നിങ്ങൾ വാ, ആര്? മുസ്ലിം ലീഗ് വാ, മുസ്ലിങ്ങളാണല്ലോ പ്രശ്നം അത്രയും ബാധിക്കുന്നത്, അത് നിങ്ങൾ വാ. വരാന്നുടനെ സലാം കയറി ഏറ്റെടുത്തുകൊണ്ടാണ് ഈ പ്രശ്നം അത്ര ഉണ്ടായത്. സത്യം പറഞ്ഞാൽ പോയി പണി നോക്കാൻ പറയണമായിരുന്നു. കാരണം ഇതൊരു ട്രാപ്പാണ്. ആരുടെ ട്രാപ്പ്? മോഡിയുടെ ട്രാപ്പാണ്. ഇപ്പോഴും ഈ മണിപ്പൂരൊക്കെ കത്തി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ തിരിഞ്ഞു പോലും നോക്കാത്ത ഒരു മനുഷ്യൻ, ഒരു പ്രധാനമന്ത്രി എങ്ങനെയാണ് ഇത് വഷളാക്കി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോഴും ഈ ബെസ്റ്റ് ഒരു ഹോട്ട് ഇതെന്ന് പറഞ്ഞുള്ള രീതിയിൽ ഈ യൂണിഫോം സിവിൽ കോഡ് എടുത്തിട്ട് ഞാൻ നടപ്പാലാക്കുമെന്ന്. അപ്പോഴത്തേക്ക് ആളുകളെല്ലാം എന്തിനാണ് ബേജാറാവുന്നത്? നടപ്പാക്കട്ട്, അത് അവർക്ക് ഭൂരിപക്ഷം ഉണ്ടല്ലോ, ഭൂരിപക്ഷം എതിർത്താലും അവർക്ക് നടപ്പിലാക്കിക്കൂടെ. പക്ഷേ ഞാൻ പറയുന്നത് ഈ കോൺഗ്രസ് പാർട്ടിയെ ഒഴിവാക്കിക്കൊണ്ട് ഈ CPM പറഞ്ഞതാണ് ഈ പ്രശ്നം മൊത്തം ആയത്. എന്നിട്ട് ഈ സമസ്ത എന്ന് പറയുന്ന മുസ്ലിങ്ങളെ മാത്രം പ്രതിനിധീകരിക്കുന്ന സമസ്ത കയറി ഏൽക്കുകയും ഇതായിപ്പോൾ അവർ പോവുകയും ചെയ്യുന്നു. ഇവരുടെയൊക്കെ ഉദ്ദേശം എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ സമസ്ത എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടിയൊന്നും അല്ലല്ലോ, ഒരു മതസംഘടന അല്ലേ. അവർ മതത്തിൻ്റെ വല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അവർ പറയണം. ഇത് ഒരു രാജ്യത്ത് ബാധിക്കുന്ന ഒരു കോഡ്, ഒരു സിവിൽ കോഡ് കൊണ്ട്, യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരിക. അപ്പോൾ അവരെന്നിട്ടൊരു നാണമില്ലാതെയാണ് അവർ ആര് വിളിക്കുന്നത്? CPM വിളിക്കും. കോൺഗ്രസ് വിളിക്കുന്നിടത്ത് പോയെങ്കിൽ മനസ്സിലാക്കാൻ. CPM വിളിക്കുന്നിടത്ത് പോകുകയെന്ന് വെച്ചാൽ CPM എന്ന് പറയുന്നത് മതമേ ഇല്ല, മതത്തിനെയൊക്കെ പറ്റി കളിയാക്കുന്നവരാ. മതമെന്ന് പറഞ്ഞാൽ ഒരു ലഹരിയാണെന്നാണ് പറയുന്നത്. ആ ലഹരിക്ക് അടിമപ്പെടാനാണ് ഇവർ അവരുടെ കൂടാരത്തിലേക്ക് ഈ 15-ാം തീയതി പോകുന്നത്. സത്യം പറഞ്ഞാൽ ഈ സമസ്തയൊക്കെ പിരിച്ചുവിടണം. ഇവർ ആർക്ക് വേണ്ടി ഇവരാരെ റെപ്രസെൻറ്റ് ചെയ്ത്? എന്നെ എന്തായാലും റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല. ഇവിടെ കുറേ മുസ്ലിങ്ങളുടെ തലപ്പാക്കെട്ടും കെട്ടിക്കറിഞ്ഞിരിക്കുക ആൾക്കാർ. ഇവർക്കൊന്നും വേറെ ജോലിയില്ല, അവർക്കൊന്നും പണിയെടുക്കാൻ വയ്യ, അവർക്കൊന്നും ഒന്നും ചെയ്യാൻ വയ്യ, അവർ കാശുണ്ടാക്കാതെ ഇങ്ങനെ വലിയ AC റൂമിൽ ഇരുന്നിട്ട് ഫത്വകൾ പുറപ്പെടുവിക്കുക. എന്നിട്ട് ഇവരെല്ലാം വിചാരിക്കുന്നത് എന്തിനാണ് ഇവരെല്ലാം പിറവിന് പോകുന്നത്? പിറവിന് ആരും പോയത്? മുസ്ലിങ്ങളെന്ന് അങ്ങനെ ഒളിച്ചോടുന്ന ആൾക്കാരൊന്നും അല്ല. മുസ്ലിങ്ങളെന്ന് പറഞ്ഞാൽ തീ കുരുത്തവരാ, അവർ വെയിലത്ത് വാടത്തില്ല. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞ് നമ്മളെ ഇവിടുന്ന് പറഞ്ഞു വിടൂ. എന്തോ ഇത് വെള്ളരിക്കാപ്പറ്റണോ? ചുമ്മാ വേണ്ടാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, നാട്ടിൽ കലാപം ഉണ്ടാക്കുക, ഹിന്ദു മുസ്ലിങ്ങളെ വീണ്ടും അവരെ വേർതിരിക്കുക, അവരെ ബൈഫക്കേറ്റ് ചെയ്യുക. ഇതിനൊക്കെയാണ് ഈ സമസ്ത പോലുള്ളവർ പോകുന്നത്. എനിക്ക് നജ്വത്തിൽ മുജാഹിദും പോകണമെന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊന്നും സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് SDPIക്ക് ഇതിനേക്കാൾ ഇത്രയും ബെറ്ററാണെന്ന് തോന്നുന്നത്. SDPIക്കാണല്ലോ നമ്മളെ നിരോധിച്ച് വെളിയിൽ നിർത്തിയിരിക്കുന്നത്. ദീസ് പീപ്പിൾ ആർ മോർ വേഴ്സ് ദാൻ ദം. ദാറ്റ്സ് വാട്ട് ഐ തിങ്ക്. അതുകൊണ്ട് ഇത് എന്തായാലും കോൺഗ്രസ് ഒരു നല്ലൊരു തീരുമാനം എടുത്ത് പോകാതിരുന്നത് താങ്ക്സ് ടു ദാറ്റ്. ഐ എം ഓൾസോ താങ്കിങ് മുസ്ലിം ലീഗ്, ബിക്കോസ് ലേറ്റാ വന്നാലും സ്റ്റൈലാതാ വരുമെന്ന് പറയുന്ന പോലെ അവസാനം അവർ തീരുമാനം എടുത്തല്ലോ പോകത്തില്ല എന്നുള്ളത്. അതിനും ഹാറ്റ്സ് ഓഫ്. എന്ന് വെച്ചാൽ ആ മതേതരം നമ്മൾ കാത്ത് സൂക്ഷിക്കണം. മുസ്ലിം ലീഗ് കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കാൻ പറ്റും, കോൺഗ്രസിൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ അവരെ അഡ്രസ്സും കാണത്തില്ല നാളെ ഭാവിയിൽ. യാതൊരു സംശയം ആർക്കും വേണ്ട.